നമ്മളിന്ന് കൊടകിലേക്ക് പോവാണേ. രാവിലെ ഇറങ്ങിയുണ്ട്. ഉപ്പച്ചിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് കൊടകിൽ. നിങ്ങൾ വരുന്നോ എന്ന് ചോദിച്ചു. ഞാനും നെയ്സും അത് കേൾക്കേണ്ട താമസം ഞങ്ങൾ ഇറങ്ങിയിട്ടോ. കൂടെ ഉമ്മച്ചിയുണ്ടേ. അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങിയുണ്ട്. പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ മാനിനെയൊക്കെ കണ്ടായിരുന്നേ. നെയ്സുവിനാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കൊടകിൽ കയറി. ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. ഞങ്ങൾ ചായയും ഉള്ളിവടയൊക്കെ കഴിച്ച് പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്ന്. ഉപ്പച്ചീൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഉപ്പച്ചി പറഞ്ഞു, പണ്ട് ഉപ്പച്ചി ഇവിടെ കൊടകിൽ കുറേ കാലം വർക്ക് ചെയ്തിരുന്നു ഒരു മില്ലിൽ. അപ്പോൾ നമുക്ക് ആ മില്ലിലൊന്ന് പോകാം, അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മില്ലിൽ പോയേ. ഉപ്പച്ചിക്ക് അവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നേ. പഴയ ആൾക്കാരൊക്കെ കണ്ട് അവരുടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത്. ഇതാണ് കേട്ടോ ഉപ്പച്ചി ആദ്യം വർക്ക് ചെയ്തിരുന്ന മില്ല്. ഇവരിവിടെ തന്നെ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞങ്ങളങ്ങനെ പിന്നെയും കുറേ മാനിനെയും കുരങ്ങന്മാരൊക്കെ കണ്ട്. അപ്പം നെയ്സുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വണ്ടി കുറച്ച് നേരം നിർത്തി അതൊക്കെ കണ്ട് അങ്ങനെ പോയേ. പിന്നെ ഒരു ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. ഞങ്ങൾ ഫുഡ് ഓൾറെഡി ഉണ്ടാക്കിയെടുത്തായിരുന്നു. നമുക്കൊരു അടിപൊളി സ്ഥലവും കിട്ടി. ഞങ്ങൾ അവിടെ നിർത്തി ഫുഡെല്ലാം കഴിച്ചേ. ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ. പിന്നെ നമ്മൾ പോയത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. എന്തൊരു സമാധാനം എന്നറിയാം അവിടെ. നെയ്സ് പിന്നെ പുറത്തിറങ്ങിയ ഉപ്പച്ചീൻ്റെ കൂടെയാണ്. ഉപ്പച്ചീൻ്റെ കയ്യും പിടിച്ച് അങ്ങനെ നടക്കും. നമുക്ക് ഭയങ്കര സമാധാനം തരുന്നൊരു സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഭയങ്കര സമാധാനം. അങ്ങനെ കുറേ നേരം ഇരിക്കാൻ തോന്നും നമുക്ക്. പിന്നെ നമ്മൾ അതിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി അതിലൂടെ കുറേ നേരം നടന്ന് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ഉപ്പച്ചി പറഞ്ഞു അവിടെ ഒരു വലിയൊരു മീനിൻ്റെ കുളമുണ്ട്. അതിൽ ഭയങ്കര രസമാണ്. നമ്മൾ തീറ്റ ഇട്ട് കൊടുത്ത മീനുകളും എല്ലാ മീനും കൂടെ വരും. അപ്പം നെയ്സുവിനത് ഭയങ്കര ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ കുളവും തപ്പി കുറേ നടന്നേ. പക്ഷെ നമുക്ക് ആ ലൊക്കേഷൻ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ഹൈവേയിൽ കയറി കൊടക് ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ വന്ന് ഈവനിങ് ആയപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയേ. അവിടെ നിന്ന് ഉമ്മച്ചി ഒരു മസാല പൂരി കഴിച്ചു. നെയ്സു പിന്നെ ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞ് അവനൊരു കേക്ക് വാങ്ങിക്കൊടുത്തേ. അവിടെ എന്ത് രസമാണെന്നൊരു സ്വീറ്റ്സൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ടായിരുന്നേ. അതുപോലെ കേക്കൊക്കെ എത്ര വെറൈറ്റി ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് രാത്രിയായിട്ടോ വീട്ടിലെത്താൻ. നല്ല രസമുള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തെ. നമ്മളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്ത് രാത്രി നേരെ വീട്ടിലേക്ക് എത്തി. എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.